മരുന്ന്. നമ്മ എവിടെ പോകുമ്പോഴും ഒരു വയറുവേദന, ഒരു തലവേദന. ഞാൻ എനിക്കില്ല പറഞ്ഞു. ഇംഗ്ലീഷ് നമുക്കിത് ഫോൾഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായി ക്യാരി ചെയ്യാനും പറ്റും. ഗൈസ്, ഞാൻ റിവീൽ ചെയ്യട്ടോ. നമ്മൾ എത്തിയുള്ളത് വേറെ എവിടെയല്ല. ലാമി പറയൂ. വെൽക്കം ടു അനദർ വീഡിയോ ആഷി അൽദാൻ വ്ലോഗ്. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ആഷി അൽദാൻ വ്ലോഗ്സ്. അപ്പോൾ ഇന്നായിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കണം. അപ്പം ഞാൻ മാറ്റി ലാമി മേലാണ് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോഴും സ്ഥലം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലേ. അപ്പം വൈകാതെ ഈ വ്ളോഗിൽ തന്നെ ഞങ്ങൾ പറയും ഗൈസ്. മാമേട്ട ഞങ്ങളെ ഇവിടെ ആക്കി തരുന്നത് മാമിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലേ. തിന്നു എനിക്കൊണ്ടാ ലാമി തിന്നു. അപ്പം ഞാൻ തിന്നട്ടെ. അപ്പം ഗൈസ് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം കേട്ടോ. ലാമി തേങ്ങാപ്പീരി. അപ്പോൾ ചാടിച്ചിട്ട് പറഞ്ഞു. ഇപ്പം 10:45. ഇപ്പം 11 മണിക്ക് ഇറങ്ങണം. അപ്പം ബാക്കി വിശേഷം ബാക്കിൽ ഞങ്ങൾ കാണിക്കാം ഗൈസ്. അപ്പം ഫുഡ് കഴിച്ചിട്ടാണ്. ഈ അപ്പം റീസെൻ്റ്ലി വാങ്ങിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ അഗാറിൻ്റെ എയർ ഡ്രയർ. ഞാൻ നോർമലി വേറെ എയർ ഡ്രയർ യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഇതിൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് എയർ ഡ്രയറാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ 1400 വാട്ട്സ് മോട്ടറാണ് കേട്ടോ വരുന്നത്. ഇതിലൊരു കൂൾ ഷോട്ട് ബട്ടൺ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല കൂളായ എയർ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ വരുന്നത് 2 സ്പീഡും അതുപോലെ തന്നെ 3 ഹീറ്റ് സെറ്റിങ്സ് ആണ്. പിന്നെ അണിക്കോം എയർ ഇൻലെറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ്. നമുക്കിത് ഫോൾഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായി ക്യാരി ചെയ്യാനും പറ്റും. ഇതിൽ കോൺസെൻട്രേറ്റർ നോസിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുളിച്ചിട്ട് തല ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസിയായി നമ്മുടെ എയർ ഡ്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ എയറൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് ലാവി ഫുൾ ഒരുക്കത്തിലതാ ബാഗൊക്കെ സെറ്റായി പോവാ. അവിടെ വിളിക്കുന്നുണ്ട്. വാ ബാഗ് പാക്കാക്കാൻ പോലും വന്നിട്ടില്ല. പിന്നെ എനിക്ക് എന്തൊക്കെ പണി ഉണ്ടായി. ഞാൻ അവിടെ ചായ കുടിച്ചണം. അതൊക്കെ ഒരു പണിയാണ്. അമർത്തി പിടിച്ചടച്ചത് ഇതൊരു പൊളിയടി. പോവാ പോയിട്ട് വരാം. അതെ, ബാക്കി വിശേഷം നമ്മളെ അവിടെ എത്തിയിട്ട്. അതെ എന്നറിഞ്ഞ വാ അവിടെ വാപ്പ. അപ്പോൾ ഞാൻ ഈ ബാഗ് കൊണ്ടോട്ടെ കേട്ടോ. വരുന്നുണ്ടോ ചേച്ചി? അവിടെ പോയി പോവാ. എന്താണ് ജില്ലാത്ത അടക്കോ? എന്താണ് ദീപാവലി? ഞങ്ങളെ കൊണ്ടാക്കാനും മാമിയും പാപ്പയായിട്ട് വരുന്നു. ഫതില് വരുന്നില്ല. ഫതില് കളിക്കാണ്. എന്താ ഫതിലും ഇല്ലാത്ത? ആ എന്നാ പറഞ്ഞു പോലാമി. അനി തുടക്കൊക്കെ കാണിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഇട്ടോ. ആ രസം എടുത്തോ. ആ
കുട്ടിയേട്ടാ ലാമിൻ്റെ എന്തൊക്കെ ലാമി എൻ്റെ എന്തെടുക്കാനോ വന്നേ യാത്ര അറിയാൻ വന്നല്ലേ ഇതെടുക്കാനാണ് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ വിഷയൊക്കെ മാറി ചെടി വിഷ അയക്കണം ഇപ്പോൾ ട്രിപ്പൊക്കെ മാറി ഇപ്പോൾ ചെടി വിഷയം ഇപ്പം ചെടിനെ കുറിച്ചാണ് മാമക്ക് ഇപ്പോൾ ചെടി ഇത് മാറി നമ്മൾ കൊണ്ടുപോയേക്കാനുള്ള ഇതൊക്കെ മാറിപ്പോൾ ആ ചെടി എവിടെ കിട്ടി ആ ചെടി എത്ര കാലം കഴിഞ്ഞിട്ട് വളരുകയെന്നാണ് പറയുന്നത് ഞാനൊന്നല്ല ഇടണേ നല്ല കെട്ടറ പോകുന്നു ശ്രദ്ധിച്ചോ കുട്ടികളച്ഛനോട് പറയും നല്ല പേടിപ്പിച്ചില്ല നിങ്ങള് വിളിച്ചിട്ട് ഇന്നലെ ഇപ്പൊ വിളിച്ചിട്ട് പറയണേ നോക്കിക്കോളാണ്ടിട്ടോ ഞങ്ങൾ റെയിൽവേയിലെത്തി ഷൊർണൂര് ഇല്ല എന്റെ പൈസ ഒക്കെ എടുത്തില്ലേ ഗുളികട്ടുണ്ടല്ലോ ആ പാരസിറ്റമോൾ അങ്ങനെ എത്തി ഗായ്സ് ഞങ്ങളെത്തി പൊട്ടിച്ചതുമാണ് ഇത് ഗ്യാസിന്റെ ഒന്നും വേണ്ടല്ലോ മരുന്ന് കൊണ്ടുപോകണം മരുന്ന് നമ്മ എവിടെ പോകുമ്പോഴും ഒരു വയറുവേദന ഒരു തലവേദന ഒരു എന്താണ് വയറ്റിന്ന് പോകുന്നത് എല്ലാത്തിനും മരുന്ന് തരും അതെ ഇതിന് രണ്ടിനും കൂടി വിളി ഇങ്ങനെ ഉള്ളതാണ് ഇത് മതി എടുത്തോ? കുടിക്കണമെങ്കിലോ ആ പോവാ കവറിലിട്ടാണോ ഇതില് ഇതൊന്നും വേണ്ട അതേക്കൊന്നും നോട്ടെ അപ്പോൾ ഗായ്സ് ഞങ്ങൾക്ക് 2:35 ട്രെയിനിൽ പോയി ടിക്കറ്റ് എടുക്കട്ടാ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തില്ലേ എപ്പോഴാണ് ട്രെയിന് 35 ആവാനായി അതെ പിന്നെ പ്ലാറ്റ്ഫോം 7 നടക്കണം കുഴങ്ങി അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് പോയി വരാം അതെ എത്ര വട്ടാ ഞാനിത് പറയണം ഒന്ന് നടക്കുക ഒന്നാമത് എവിടെ പ്ലാറ്റ്ഫോം 7 അല്ലാ എന്താ നിങ്ങൾ വിചാരിക്കും എന്താ ഭാര്യനെ കയറ്റൊക്കെ പഠിക്കണം കയറി സെക്കൻഡ് ക്ലാസ് അല്ലേ നല്ല കുട്ടിയുണ്ട് സീറ്റ് കിട്ടി ഇതന്നല്ലേ ട്രെയിന് ഇവിടേക്ക് നമുക്ക് സീറ്റ് ഞാൻ സെക്കൻഡ് ക്ലാസ് വേഗം ഒറ്റക്കിട്ട് പോകില്ലേ എവിടെ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഓട്ടോൻ്റെ ടപ്പിന് അല്ലേ ആകെ കുറച്ചുള്ളൂ അല്ലേ എയർപോർട്ടിൽ നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഉച്ച സമയമുണ്ട് നല്ല ചൂടായില്ലേ ഭയങ്കര ചൂടായിട്ട് ട്രെയിനില് ആകെ വിയർപ്പിച്ച് അപ്പം നേരെ ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് 8:15-25 ഫ്ലൈറ്റ് അതോളം 2-3 മണിക്കൂർ ഞങ്ങൾ പോസ്റ്റ് 1 മണിക്കൂർ ഒരു പോസ്റ്റാണ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കില്ല ലാമി എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ അല്ലേ ലാമി എന്താ പറഞ്ഞേ ഇത് ഫുഡിന് എന്താ പറഞ്ഞേ ഷവായ ലാമിക്ക് എന്തൊരു ഇഷ്ടമില്ലാത്ത കേരളം വിഷ്ണുട്ട് വിഷ്ണുട്ട് ക്ഷീണിച്ചു പോയേക്കുക നമ്മൾ ട്രെയിൻ ടൈം തന്നെ കേട്ടോ ഇപ്പം എത്രയായി 5 മണി ഇത് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോഴത്തേക്ക് ഞാനും വിചാരിച്ച ഫുഡ് കഴിക്കാനുള്ള കറക്റ്റ് ടൈമാണെന്ന് പറയാണ് ഇനി 5:30 ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തണല്ലേ 6 മണിയാണ് പിന്നെ 7:00 എത്തിയാൽ മതി അങ്ങനെ പറ്റൂല 7 മണിക്ക് എത്തിയാൽ മതി തീരാന്തല്ലേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ആകുമ്പോൾ കുറേ ഇതൊക്കെ ഉണ്ട് 2 മണിക്കൂർ മുമ്പ് എത്തിയാൽ പോരെ നമ്മൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല കൈസ് നമ്മൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് അടിക്കണോണ്ട് നമുക്ക് വിഷയമില്ല അല്ലേ ആകെ ഒരു വട്ടം ഇതിനാണ് ജാഗ ചെന്നൈ പോയി അതിൻ്റെ ഞാൻ എടുക്ക പോയിക്കില്ല ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ പക്ഷെ കൊച്ചിയിൽ നിന്ന് എത്ര ആകെ ഫ്ലൈറ്റിൽ 1.5 മണിക്കൂറുള്ളൂ അല്ലേ അങ്ങോട്ട് 1.5 മണിക്കൂറുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ 1:45 അതൊരു ഫ്ലൈറ്റിന് ഒരു ഇതാ
നമ്മള് ഇതൊരു 3 സ്റ്റാർ 5 സ്റ്റാർ എന്തോ ഒരു ഹോട്ടലിലാണ്. ഇതോ സാധാ ഹോട്ടൽ. ആ ഓട്ടോറിക്ഷക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ അയാള് ഒരു ഓട്ടോറിക്ഷയിൽ കയറി അതാ കുറേ ആളപ്പം ഇരുന്ന് ഒരു ഹോട്ടലും കിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഹോട്ടൽ പക്ഷെ നോർമൽ റേറ്റ് അത്ര സാധാ മാതിരി ഒരു 30 റുപ്യ കൂടുതലായിട്ട് 30 റുപ്യ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡ് അയച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ഥലം അറിഞ്ഞിട്ടില്ലല്ലേ? വെയിറ്റ് ആൻഡ് സീ ഗൈസ്. പിന്നെ ഗൈസ് ഫുഡ് ഒന്നുമില്ലേ? ഷവായ, ഞാൻ കുബൂസാണ്, ലാമി പൊറാട്ട. ഇപ്പം കഴിക്കട്ടല്ലേ? എന്താ അവസ്ഥ? ഉണ്ടോ? എന്നാൽ കഴിച്ചിട്ട് വരല്ലേ ഇനി? അതാ ഞങ്ങൾ എത്തിയില്ലേ ലാമി? പോവാ എയർലൈൻ ഓഫീസ്. ബോറ? അതെ അതെ. തലവേദന എന്തായാലും മസ്റ്റാ. അപ്പൊ നമ്മളവിടെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണിക്കല്ലേ? അങ്ങനെ ഗൈസ് എല്ലാം ഉള്ളിൽ കിടന്നുല്ലേ? പോവാ. എവിടേക്ക് എത്തില്ലാമി? ഗൈസ് ഞങ്ങളെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അല്ലേ ലാമി? എമിഗ്രേഷൻ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. ഇനി എന്താ? ഞാൻ ആകെ ഫ്ലൈറ്റിൽ കയറി. ലഗേജ് വിട്ടു. ഞങ്ങളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഒക്കെ കിട്ടി. ഇനി പോയാ മതി. എത്രയും സമയം? ഫ്ലൈറ്റ് 6:15. ഇനി 2 മണിക്കൂർ. വിളിച്ചില്ലേ? ഫ്ലൈറ്റ് വരാനിതെന്താ ബസ്സോ? വിളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറാൻ. ഫ്ലൈറ്റ് വന്നു. ഫ്ലൈറ്റ് ഓടുന്ന വരാൻ ഇവിടുന്ന് തന്നെ. ഫ്ലൈറ്റ് റൺവേക്ക് ബസ്സോ KSRTC ബസ്സോ പെരിന്തൽമണ്ണ ഇങ്ങനെ വരാൻ. പോവാ. ഇതോടെ ടിക്കറ്റ് ഇവിടെ എവിടുക്കാണ് പറഞ്ഞിട്ടില്ലല്ലേ? ഞങ്ങളവിടെ എത്തിയിട്ട് പറയാട്ടോ ഈ വ്ളോഗിൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കയറിയിട്ട് വരാം. ഫ്ലൈറ്റിലെത്തില്ല ഞാൻ ഇത് കണ്ടിട്ട് പറയണേ. ഇപ്പൊ വരുന്നുണ്ട്. സീറ്റ് ഇട്ടില്ലല്ലേ? ഏതോ ഒരു കാക്ക സീറ്റ് ഇട്ടു. സൈഡ് സീറ്റ് ഇല്ല. ഏതൊരു ബോർഡിങ്ങില് പിന്നെ രാത്രിയല്ലേ? നമ്മളെത്തി, മാലെത്തി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇറങ്ങിയില്ല ഫ്ലൈറ്റിൽ നിന്ന്. അങ്ങനെ 1.5 മണിക്കൂർ 1 മണിക്കൂർ 25 മിനിറ്റിന് ശേഷം ഞങ്ങൾ എത്തി. ലൊക്കേഷൻ പറയണ്ടേ? നമ്മളെ നാട്ടില് 9:55. അരമണിക്കൂർ വ്യത്യാസമുണ്ട്. നാട് പറയല്ലേ രാമി? നാട് പറഞ്ഞാൽ നാട് പറഞ്ഞു കൊടുക്കുക അല്ലേ? ഇനി പുറത്തില്ലേ? നമ്മളെ നാട്ടിൽ അതിൽ ബോർഡ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ വന്ന ഇന്ത്യക്കല്ല വന്ന. ലാമി വീഡിയോ എടുത്ത് ഒത്തിരിക്കുക കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ആയിട്ട് അടിപൊളി കേട്ടോ. വാവ്, ജസ്റ്റ് ലുക്ക് ലൈക്ക് എ വാവ്. ഗൈസ് ഞാൻ റിവീൽ ചെയ്യട്ടോ. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് വേറെ എവിടെയല്ല. ലാമി പറയൂ. അപ്പൊ ഗൈസ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മാൽദീവ്സിലാട്ടോ. മാലേതാ എത്തി ലാമി? ഓ, അപ്പൊ ഞങ്ങൾ റിവീൽ ചെയ്ത് എവിടെയാണ് ലാമി? അതെ, ഞങ്ങൾ എത്തിയില്ല മാൽദീവ്സിലാട്ടോ. അപ്പൊ ഗൈസ് നമ്മളെ ശരി ഉത്തരം മാൽദീവ്സ് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കുഞ്ഞ് ക്യാഷ് പ്രൈസ് ആണ്. അല്ലേ? നൈസ്. കോമ്പിനേഷൻ ഒക്കെ കൊണ്ടുവന്നിരിക്കണം. ഇവിടെ കൂടുതലും വാട്ടറാണ്. താഴത്തേക്ക്
ഇത് വള്ളത്തിന്റെ ഗോള് കണ്ടുപിടിച്ച ഇത് എനിക്കറിയില്ല കേട്ടോ. അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളെ. അപ്പൊ ഞങ്ങളെ ലഗേജ് എടുക്കട്ടെ. ലഗേജ് എടുത്തിട്ട് ബാക്കി വിശ്വസിച്ചല്ലേ. കാത്തിക്കട്ടെ. ബാഗിന് കിട്ടിയില്ലല്ലേ അമ്മി? ലേക്കും നല്ലൊരിതൊക്കെ പെട്ടെന്ന് കിട്ടും. എന്റെ പൊക്കിയോ? സ്വർണം കടത്തണ്ടേ ജി മാൽദീവ്സിക്ക്? അതെ 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 അതാ വരുന്നുണ്ട് എന്റെ അല്ലേ. അവൾക്ക് കണ്ണാണൂല. സോറി. ഇതന്നെ ഇതെടുക്ക്. ഫൈനലി ഗാട്ടിട്ടാ. ഇതാണ് എടുത്തോ. ആരാൻ്റെ ഒന്ന് എടുത്ത് കൊണ്ടല്ലോ ആമി. എടുത്തെടുത്തോ. കിട്ടി. ഞാൻ പോവാ. മീ നമ്മളെ ഡേയ്സിലെ ടീംസ് ഉണ്ടാവും പറഞ്ഞേ അല്ലേ. ഞങ്ങൾ പുറത്തെത്തി ഗായ്സ്. ഏതല്ല അതവിടെ ഏതാണ് ലാമി? അയ്യാ വേണ്ട, ഞാൻ അത് ട്രാൻസിഷൻ ചെയ്തുതരാം. അത് നമുക്ക് അവിടുന്ന് ടാക്സി വന്നിട്ടില്ലല്ലോ ലാമി. എനിക്കൊന്ന് ഈ ചങ്ങായിയാണെന്നുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ അടിച്ച് പിന്നിട്ടുണ്ട്. വലിയൊരു സംഭവം തന്നെയല്ലേ മാൽദീവ്സ്. ടാക്സി ബോർഡും പിടിച്ച് നോക്കുന്നുണ്ട്. ബോർഡും പിടിച്ച് ആരും കാണില്ല. ഇനി വേറെ ആളെ മാറി കൊണ്ടുപോയാവല്ലേ മറ്റേ സിനിമത്തെ അതിരില്ലാമി. ടാക്സി അത് ഗൈസ്. ഓക്കെ ഓക്കെ. ഉള്ളിന്ന് ഇങ്ങനെ വിരാനാ ആറയിച്ചേ. ഉള്ളിന്ന് ഇങ്ങനെ വിരാനില്ലേ. എനിക്കൊന്നും കൂടി വരേണ്ടി വരും അല്ലേ. ഓക്കെ ഫൈൻ ഗൈസ്. Nice, good. Your good name, please? My name is Misa. Misa. Has it been long since No. Just 5 minutes. It's okay. So because it's a long walk back to Terminal Oh, okay, fine. Terminal 2 is the counter where we Okay. stay here. Once we get to Terminal 2, we'll arrange the car. നമ്മളെത്തി. ഓരെന്താ വെച്ചാല് അപ്പുറത്തെ സൈഡിലല്ലേ ഓന് വിചാരിച്ചത് നമ്മള്. അപ്പൊ പ്രതീക്ഷ ഓൾറെഡി ആള് ഇവിടെ ടാക്സിക്ക് ഇല്ലതാണ്. ഓക്കെ അതാണ്. അല്ല നൈസ് അല്ലേ. നൈസാ. ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇപ്പുറത്തെ ബോട്ട് എയർപോർട്ടിന്റെ ഫ്രണ്ടില് അല്ലേ. ആരൊക്കെ ബോട്ടില്. നമ്മളൊക്കെ ആ ടാക്സിയിലാണ് ഇറങ്ങിയില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങിയ പിന്നെ ബോട്ടിലും ഉണ്ട് അപ്പുറത്തേക്ക്. അങ്ങോട്ട് നോക്കിയ രാവിലെ ആണെങ്കിൽ എന്ത് ഭംഗിക്കരാ അല്ലേ. രാവിലെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. രാവിലെ ആണെങ്കിൽ ബ്ലൂ സീ കാണാം. വാഹനങ്ങളല്ല, കാറും വണ്ടി. വാഹനങ്ങൾ. നമ്മളോട് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാൻ അറിഞ്ഞു. എൻ്റെ കാർ എടുത്ത് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ. അപ്പം നാളെ ഫുള്ളും ആയിക്കോട്ടെ. നമുക്കിപ്പോൾ എവിടേക്ക് പോകണം നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ. എന്തായാലും നമുക്ക് നല്ല ഡേയ്സ് പാക്കേജ് ചെയ്യണ്ട. നമുക്ക് പിന്നെ ഒന്നും നോക്കാനും ഒന്നുമില്ല. കാരണം അതെ പിന്നെ എന്തായാലും അത് അടിപൊളിയാക്കി. അതിൽ നോ മോർ എക്സ്ക്യൂസ് ആണ്. അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഫുള്ള് മോർണിംഗ് ആണെങ്കിൽ എനിക്കൊന്ന് ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടാവുന്ന തോന്നുന്നു ഇവിടെ അല്ലേ. ബോട്ട് മറ്റേ ബോട്ടൊക്കെ എയർപോർട്ടൊക്കെ വെച്ച പിന്നെ എങ്ങനെ ബാക്കിയുള്ള സ്ഥലം ഉണ്ടാവാ. ഇവനല്ലത് ഞങ്ങളെ വണ്ടി അങ്ങനെ വണ്ടിയിലെത്തി ഗൈസ്. പൊട്ടിച്ചോ ഇവിടെ പൈസ കൊടുക്കേണ്ടി വരും.
എത്തിട്ടോ. ഇതാണ് റൂം, അരയണം. വെൽക്കം ടു അറൈജ അല്ലേ? അവിടെ നമ്മളിന്ന് സ്റ്റേ ചെയ്യണ ആ ഹോട്ടലിൽ. ഹലാൽ ഡേയ്സ്. താങ്ക് യു. നമുക്ക് അന്നും ഉണ്ടായില്ലേ ഇതേമാതിരി? അതാണ് ഇവിടെ കിടക്കാതെ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഫ്രഷ് ആവട്ടെ. പക്ക വേറെ എവിടോ എത്തിയ മാതിരി. അതെ അതെ. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ. താഴത്ത് അൺലിമിറ്റഡ് എന്ത് വേണമെങ്കിലും തിന്നാന്ന് പറഞ്ഞ അല്ല ഡേയ്സ് ഒരു വിളിച്ചിനു. എന്താ വെച്ചാ ഒരു മടിയും കാട്ടണ്ട. എന്താ പറഞ്ഞപ്പോടെ വന്നിട്ട് ഷവർമ്മ. ഞാനെന്താ തിന്ന ആ മെനു വാങ്ങാ. ലാവി തെറ്റി. ഞാൻ എനിക്കില്ല പറഞ്ഞു. വേറെ എനിക്ക് എന്താ ആന്റി? ബ്രൗണി ഉണ്ട്. ഷവർമ പറയുമ്പോഴത്തേക്കുള്ള വണ്ടി ഇതേതോ ലോക്കൽ പെണ്ണാണ് കാരണം. ക്യൂട്ട്നെസ് വാരി എറിയുന്ന ലാബി. നല്ല ക്യൂട്ട്നെസ്. ഓ മൈ ഗോഡ്. വേറെ എന്തെങ്കിലും പറയണം? മെനു. ഞങ്ങളെ റൂം കറക്റ്റ് മാൽദീവ്സ് അങ്ങാടിയിൽ തന്നെയാണ്. ഈ ബിൽഡിങ്ങിലാ യെല്ലോ ഫിൻ പറഞ്ഞ 50 മീറ്റർ ഉള്ളൂ ബീച്ചിക്ക്. രാവിലെ ആയാലുള്ള ഏത് ഭാഗത്താണ് ബീച്ച്? ഞങ്ങൾ എന്തായാലും ഇപ്പൊ മാൽദീവ്സ് അങ്ങാടിയിൽ തന്നെയാണ്, കറക്റ്റ് 4 കൂടി ജംഗ്ഷനിൽ. ഇവിടെ കാര്യം ശ്രദ്ധിച്ചാ റോഡ് കുറച്ചുള്ളൂ വീതി, അതിന്റെ സൈഡിൽ 3 സ്ഥലം വണ്ടി നിർത്താനാ. ഞാൻ സത്യം നമ്മളെ എത്ര ഭംഗിയുള്ള വണ്ടികളൊക്കെയാണ്. നമ്മളെ ട്രാക്ക് ഒരു മാറ്റിയില്ലേ? മാൽദീവ്സ് ഇങ്ങനെ വിചാരിച്ചില്ലല്ലോ. ഇതെന്താ പറയാ, പക്ക നമ്മള് മറ്റേ ജാക്കി ചാന്റെ പടത്തിൽ അതുപോലെ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണൂലേ, അതേ വൈബ്. നോക്കി 4 കൂടി ജംഗ്ഷനില് ഞങ്ങൾ ഇവിടെ കേട്ടാ. ഇവിടെയാണ് ഉള്ളത് നീരോൾഹുമഗ്. എന്താ നീരോൾഹുമഗ് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളില്ലത്. ഒരു അവിടെ ഞങ്ങളില്ല. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, ഇവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ല. അതാണ് ഇവിടുത്തെ മെയിൻ. ഞങ്ങൾക്ക് ഒരാൾ ഇൻഡിക്കേറ്റർ ഇട്ടാ മറ്റേ വണ്ടി നിർത്തി കൊടുക്കണം. ഭയങ്കര ഇതാട്ടോ. അപ്പൊ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഗൈസ്? അങ്ങനെ മൊയ്റ്റ് വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ബിസ്കി കുറച്ചായിട്ട് ഇവിടെ ഇവിടെ കൃഷി ഉണ്ടോണ്ട് കടലിന്റെ അടിയില്. ഇവിടുത്തെ ഉറുപ്പ്യ പറയണത് 5 ഉറുപ്പ്യ അല്ലേ? 5 ഉറുപ്പ്യ അല്ലേ? 5 എത്ര അല്ലേ? നമ്മള് നാട്ടിൽ നിന്ന് ഇപ്പേ 150 ഉറുപ്പ്യ ആയിട്ട് കുടിച്ചാന്ന്. ഇവിടെ 100 ഞാൻ അവളോട് പറയാ 4 ദിവസം മൊയ്റ്റ് കുടിച്ചുമ്പോത്തില്. അത് മധുരല്ല, പക്ക പൾപ്പ് എടുത്തത് ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതല്ല പറഞ്ഞേ, മധുരം കൂടുതലാ. നമ്മളിപ്പോ മധുരം കുറച്ചിട്ടില്ല കുടിക്കല്. നോർമലി കുറച്ചിട്ടില്ല കുടിക്കലോ. അതുകൊണ്ട് ഞാൻ കുടിച്ചോക്കട്ടെ. എന്നെ കുടിച്ചാ മതിയല്ലോ. ലാമിന്റെ വന്നിട്ട് എന്തോ ഇവിടുത്തെ എന്ത് ഷാർമ. ഇവിടുത്തെ ഷാർമ ഇങ്ങനെ കേട്ടോ. ഇന്റെ വന്നിട്ടില്ലല്ലോ ലാമി. ഫുഡൊക്കെ കഴിച്ചു. വയറ് ഫുള്ളായി, ഒന്നും പറയാനില്ല. കുറച്ച് ബാക്കിയാക്കി, വേറെ ഒന്നും ഉണ്ടല്ലോ. വയറ് ഫുൾ നമ്മൾ വിചാരിച്ചതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അപ്പം മാൽദീവ്സിലപ്പം നമ്മളെത്തി. അപ്പം മോർണിംഗ് നമ്മൾ കാണിച്ചിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. അപ്പം അതുവരേക്കും ലാമി ഒരടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. നെക്സ്റ്റ് വീഡിയോ ഇതിപ്പോഴും പൊട്ടിച്ച നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ലാ അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നാളെ മോർണിംഗ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചതാ. അപ്പം ബൈ ബൈ.